നീലമഷി കൊണ്ട് കോറിയിട്ട നീലസാഗരത്തിനപ്പുറത്ത് കനൽക്കട്ടകൾ പോലെ ഉരുകുന്ന മലരാരണ്യത്തിന്റെ നാട്ടിൽ തന്റെയും കുടുംബത്തിന്റെയും സ്വപ്നങ്ങൾക്ക് നിറക്കൂട്ട് നൽകുവാൻ കടൽ കടന്നു പോയവർ. അങ്ങനെ കോർഫക്കാൻ ബീച്ച് വഴി പത്തേമാരിയിൽ പോയ പൂർവിക പരമ്പരയുടെ കാലടിപ്പാടുകളെ പിൻപറ്റിയാണ് പാനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേർ UAEയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിലെത്തുന്നത്. അങ്ങനെ എത്തിയവരെല്ലാം ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ് ഷാർജ സൂക്കിനുള്ളത്. 1980 മുതൽ നാളിതുവരെ ഷാർജ സൂക്കിൽ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് ഒരുമയോടെ നിന്നവർ ഇന്ന് പാനൂരിനടുത്ത സെൻട്രൽ എലാങ്കോടിൽ ഒത്തുചേർന്നു. ഷാർജ സൂക്ക് നൊസ്റ്റാൾജിയ 2K26. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കാണുന്ന സാമൂഹ്യ സാംസ്കാരിക തൊഴിൽ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ഉയർച്ച വികസനം നടക്കാൻ സാധിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരുടെയും കഠിനാധ്വാനമാണ്. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം 3.5 മില്യൺ ആൾക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് 2 കോടി ജനങ്ങൾ കേരളത്തിൽ നിങ്ങളെയും നിങ്ങളുടെ അന്നം കാത്തു നിൽക്കുന്ന, നിങ്ങളുടെ സംരക്ഷണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ജനവിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം ഇന്ന് ഈ നിലവാരത്തിലെത്താൻ കാരണം നമ്മുടെ സംസ്കാരം നമ്മുടെ ലോകരാജ്യങ്ങളിൽ അറിയപ്പെടാനും നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടാനുമുള്ള മെയിൻ പിന്തുണ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള പ്രവാസികളാണ്. കുപ്പൂസിന് ഇപ്പോഴും വല്ലാത്ത രുചിയാണ്. തന്റെ കുടുംബത്തിന്റെ സന്തോഷങ്ങൾക്ക് പ്രവാസി നൽകുന്ന മൂല്യത്തിന് അവസാനം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നും കുബൂസുകൾ മാത്രമായിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. അറിയപ്പെടുന്ന ഷാർജയിൽ 35 വർഷം ജീവിച്ചൊരു ജീവനക്കാരനാണ് ഞാൻ. ഈ ഗോൾഡ് സുഖത്തിന് തുടക്കവും ഒടുക്കവും അവിടെ തന്നെയായിരുന്നു. ഈ 35 വർഷം ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് നമുക്ക് പ്രത്യേകമായി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. കാരണം ഈ സൂക്കിലുള്ള എല്ലാവരുടെയും പഴയ അനുഭവങ്ങൾ പങ്കിടാനുള്ള ഒരു വേദി ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഈ സൂക്കിന്റെ തുടക്കം പ്രഗത്ഭരായ കുറെ വ്യക്തിത്വങ്ങളുണ്ട്. ജനറൽ കൺവീനർ KLP യൂസഫ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഇവിടേക്ക് നിങ്ങളുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു വരുത്തി ഒരുപാട് കാലശേഷം കാണാനും പറയാനും ഒരു വേദി ഒരുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സംഗമം പെട്ടെന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല. നമ്മളൊരു പരിപാടിയിൽ ഒരു ഹൗസ് വാമിങ്ങിന് കൂടിയപ്പോൾ എനിക്ക് നമ്മുടെ PP അബൂബക്കർ, CP റഷീദ്, മുകുന്ദൻ നമ്മുടെ മനസ്സിൽ ഓടിയ ഒരു പരിപാടിയാണ്, ഒരു ആഗ്രഹമാണ്, ഒരു ആശയവിനിമയമാണ്. ഈ ഒരു ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം ഇങ്ങനെ ഒരു വേദി നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ നമ്മുടെ സൂക്കിൽ ജോലി ചെയ്തവരെ കോർത്തിണക്കിയുള്ള വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ചതാണ് ഈ സംഗമം. ചിലപ്പോൾ ലോകത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിരിക്കും ഒരു പ്രത്യേക സ്ഥാപനത്തിൽ ജീവക്കാരല്ലാതെ
ഒരു വലിയ കോംപ്ലക്സിലെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത, വ്യത്യസ്ത കാലയളവിൽ ജോലി ചെയ്തവരുടെ ഒരു സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നത്. കേരളം ഇന്നീ കാണുന്ന രീതിയിൽ വളർന്നതിന് പിന്നിൽ പ്രവാസികൾക്ക് വലിയ പങ്കുണ്ടെന്ന് സാംസ്കാരിക പ്രവർത്തകനും ഖത്തർ റേഡിയോ നിലയം മുൻ ഡയറക്ടറുമായ എ എരീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. നമ്മുടെ ഗന്ധങ്ങളാണ്. ഷാർജ സൂക്കിനൊരു ഗന്ധമുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഗന്ധം വീണ്ടും അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം. 1992 കാലത്താണ് ഒരു എളിയ കാഥികൻ എന്നുള്ള നിലയിൽ, അതിലൊക്കെ അപ്പുറത്ത് മലയാളം കണ്ട ഏറ്റവും നല്ല മാപ്പിളപ്പാട്ടുകാരൻ മൂസ ഇരഞ്ഞോളിയുടെ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ അനൗൺസറായിട്ട് പല ഘട്ടങ്ങളിലും പോയ ആൾ എന്നുള്ള നിലയിൽ കാരുണ്യത്തിന്റെ മുഖമാണ് പ്രവാസികൾക്കെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്തർ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഒരു ദിവസം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പാരീസ് പ്രസിഡൻസിയിൽ എന്നോട് രാവിലെ 10 മണിക്ക് പറഞ്ഞു, ഇടയില്ല ഞാൻ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് 10:30 മണിക്ക് ഞങ്ങൾ ഒരു ടേബിളിൽ മുഖാമുഖം ഇരുന്നിട്ട് ഉച്ചയ്ക്ക് 2:30 മണി വരെ ആ വിഷയം തീരുന്നത് വരെ എത്ര കട്ടൻ ചായ കുടിച്ചു ഞങ്ങൾ എണ്ണിയിട്ടില്ല. അത്രയധികം കട്ടൻ ചായ കുടിച്ച് 2:30 മണിക്ക് ആ വിഷയം സെറ്റിൽ ചെയ്ത് ഒരു പൊതുപ്രവർത്തകൻ്റെ ഒരു വിഷയത്തിലാണ്. അത് നിങ്ങളെല്ലാം അറിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ തിരിച്ച് നടന്ന അനുഭവങ്ങൾ. തന്റെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് പ്രവാസികളെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് MP ആസാദ് സാക്ഷ്യപ്പെടുത്തി. കാരണം പോലീസിനെ പൊതുവെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ റോഡുമ്പോൾ തടഞ്ഞു നിർത്തി പൊതുവെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടീമായിട്ടാണ് പൊതുവെ പോലീസിനെ കാണാറ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നൊസ്റ്റാൾജിയ പരിപാടിക്കിടയിൽ ഇയാൾക്ക് എന്താണ് ഇവിടെ കാര്യം എന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുക. പക്ഷേ പോലീസിൻ്റെ ഒരു മാറുന്ന മുഖമാണ് ഇതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് പറയുന്നത്. കാരണം നമ്മുടെ ഗൾഫിലെ പോലീസിനൊക്കെ വളരെയധികം ഇന്ത്യൻ പോലീസുമായിട്ട് താരതമ്യം ചെയ്യുന്നതാണ്. നമ്മുടെ ജനങ്ങൾക്ക് അനുസരിച്ചുള്ള പോലീസിങ്ങാണ് കിട്ടുന്നത്. കാരണം ഒരു ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മുടെ നിങ്ങളൊക്കെ വിദേശത്ത് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളല്ലോ, അവിടെ KSRTC ബസ്സിന് കല്ലെറിയലോ ഹർത്താലോ ഒന്നും അവിടെ ഇല്ല അല്ലേ? നിങ്ങൾ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവിടെ ഹർത്താലുകളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ ഒന്നുമില്ല. അവിടെ പോലീസിന് അതുപോലെ ഒരുപാട് ഡാറ്റകളൊക്കെ കിട്ടുന്നിടത്തിലാണ് പോലീസ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എഴുതിയാലും പറഞ്ഞാലും തീരാത്ത അനുഭവ സമ്പത്തിന്റെ കടലുകളാണ് പ്രവാസികളെന്ന് സാഹിത്യകാരൻ രാജു കാട്ടുപുനം പറഞ്ഞു. മലയാളിയുടെ സ്വപ്ന നാടായിരുന്നു പൊന്നു വിളയുന്ന ദുബായ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ അന്നത്തെ യുവത ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും ദുബായിൽ എത്തിച്ചേരണമെന്നായിരുന്നു. അറേബ്യൻ ഐക്യനാടുകളിലെ 7 എമിറേറ്റ്സുകളെ കുറിച്ചൊന്നും അന്ന് വിശദമായിട്ട് അറിയില്ല. അങ്ങനെ നിരവധി പേർ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസികളായി. ചടങ്ങിൽ തങ്ങൾക്ക് മുന്നേ കടന്നുപോയ പ്രിയപ്പെട്ടവരെ ഓർത്താണ് ഷാർജ സൂക്ക് നൊസ്റ്റാൾജിയ 2K26 ആരംഭിച്ചത്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് മീഡിയ കമ്മിറ്റി കൺവീനർ KV മുകുന്ദൻ അനുസ്മരണ ഭാഷണം നടത്തി. നടന്ന് സഞ്ചരിക്കുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം അത്യാവശ്യമാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ വിലപ്പെട്ട ജീവിതം കൂടപ്പിറപ്പുകൾക്കും കുടുംബങ്ങൾക്കും സഹജീവികൾക്കും അവരുടെ നന്മയ്ക്കും ക്ഷേമത്തിനുമായി സമർപ്പണം നടത്തുന്നതിലൂടെയാണ് ജീവിതം ധന്യവും പുണ്യവുമായി തീരുന്നത്. പിറന്ന മണ്ണിൽ നിന്നും ഉറ്റവരോട് യാത്ര പറഞ്ഞ് വിതുമ്പുന്ന മനസ്സുമായി കടലും ആകാശവും താണ്ടി അറബ് മണ്ണിൽ പറന്നിറങ്ങിയവരാണ് നമ്മൾ. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിലേറ്റി ജീവിതഭാരവും പേറി തൊഴിൽ തേടി പ്രവാസ മണ്ണിലെത്തിയവർ മെച്ചപ്പെട്ടൊരു ജീവിതത്തിന് സ്വന്തം താല്പര്യങ്ങളെല്ലാം ത്യജിച്ച് PK യൂസഫ് ഹാജി, പാനൂർ നഗരസഭാ കൗൺസിലർ അൻസത്ത് മീത്തൽ, PPA സലാം, KT അലി, PK ഇബ്രാഹിം ഹാജി, CP റഷീദ്, P മഹറൂഫ്, KLP ഹാരിസ്, മുഹമ്മദ് റാഫി മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.
തങ്ങൾക്ക് മുന്നേ ഷാർജ സൂക്കിൽ ഉണ്ടായിരുന്ന മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പലരും തങ്ങളുടെ ആദ്യകാല അനുഭവങ്ങൾ പങ്കുവച്ചു. അനുഭവങ്ങൾക്ക് വല്ലാത്ത മാധുര്യമായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി. വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ പ്രവാസികളായവർ ഇന്ന് പിരിഞ്ഞു. വീണ്ടും കാണുമവർ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി. ഷാർജ സൂക്ക് നൊസ്റ്റാൾജിയ 2K26 പ്രൗഢമായ സദസ്സിന് യാക്കോബ് എലാങ്കോട് നന്ദി പ്രകാശിപ്പിച്ചു. നമ്മുടെ ബഹുമാനം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു. ഈ മഹാസംരംഭത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ യഥാർത്ഥത്തിൽ ഒരു പ്രവാസി എന്ന നിലക്കുള്ള അഭിമാനബോധം ഒരുപാട് ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സമഗ്ര ന്യൂസ്, പനൂർ.